സകൃതകൃതമായ നാട്ടുകാരെ, ഇതൊരു അന്ത്യമില്ലാത്ത തുടർനാടകമാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. കേട്ടു നോക്കാം. തീർച്ചയായും നമ്പൂതിരി മാറി നസ്രാണിയായി. സമൂഹത്തിന്റെ സമുദായത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് SNDP യോഗം എന്തെല്ലാം ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമല്ല, സംശയമില്ല. ഞെട്ടിക്കൽ ബിരിയാണിയാണ്. നമ്മളില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ഞെട്ടിക്കൽ ബിരിയാണിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങൾ, ഒറ്റ കാര്യം പറയുള്ളൂ. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനക്കും വീഡിയോക്കും റിയാക്ട് ചെയ്യൽ ഞാൻ അവസാനിപ്പിച്ചു. കമൻ്റ് എഴുതൽ നിങ്ങൾ അവസാനിപ്പിക്കണം. ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ചാനലുകൾ മത്സരിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനകൾ അവരുടെ ചാനലിലിട്ട് അലക്കുകയാണ്. അതിൻ്റെ താഴെ പോയി നമ്മൾ കമൻ്റ് ചെയ്ത് നമ്മളത് വിജയിപ്പിക്കണ്ട. ഞാൻ ഒഴിവാക്കി, നിങ്ങൾ ഒഴിവാക്കണം. നമുക്കൊരു ഉപകാരവും. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കേണ്ട. നമ്മുടെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ ചെലവഴിക്കേണ്ട ഈ സമയം ഇദ്ദേഹത്തിൻ്റെ ഈ വിദ്വേഷപരമായ പ്രസ്താവന നമ്മൾ തലയിലേക്ക് എടുക്കുമ്പം നമ്മുടെ നരമ്പ് വലിഞ്ഞു മുറുകും. നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ഒരു ഗുണവുമില്ല. ഇയാളെ കൊണ്ട് ഇപ്പം നേട്ടം മാധ്യമങ്ങൾക്കാണ്. ഇയാളെ ലൈവിൽ നിർത്തുന്നതിൻ്റെ ഗുണം മാധ്യമങ്ങൾക്കാണ്. അവർക്കതുകൊണ്ട് 1-2 ആഴ്ചത്തേക്ക് അവർക്ക് കഴിക്കാനുള്ള സുഭിക്ഷമായ ആഹാരം വെള്ളാപ്പള്ളി തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് വിജയിപ്പിക്കാൻ നിൽക്കേണ്ട. അതിനെ അവോയ്ഡ് ചെയ്ത് വിടുക. ഇയാളുടെ മനോഭാവം ഏതാണെന്നറിയോ? കൊച്ചുകുട്ടി മൂത്രത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പം, എടാ കിച്ചു നീ മൂത്രത്തിൽ കളിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു മാറ്റാൻ വേണ്ടി ചെല്ലുമ്പം നമ്മൾ അടുത്തേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുമ്പുള്ള ആ നിമിഷം അവൻ ഒന്നുകൂടി മൂത്രത്തിലിട്ടടിക്കും. എന്നിട്ട് ആ മൂത്രത്തിൽ കിടന്ന് വീഴുള്ളൂ. ആ കുട്ടിയുടെ മനോഭാവം. പാവമാണ് വെള്ളാപ്പള്ളി, മനസ്സിലൊന്നുമില്ല, തലപോലെ തന്നെ. അതുകൊണ്ട് അതിനെ അവഗണിക്കുക എന്നുള്ളത് നല്ലത്. ഒരു കാര്യം സമൂഹത്തിൽ ഒരു തരത്തിലുമുള്ള പരിവർത്തനം ഇദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയത്തില്ല. നമ്മൾ മനസ്സിലാക്കുക. നോക്കൂ, നിങ്ങൾ കായംകുളത്താണ് കേരള യാത്രയുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് എപ്പിസോഡ് നടത്തിയ സ്വീകരണത്തിൽ ഗോകുലം ഗോപാലനടക്കം ശ്രീനാരായണീയരായ യഥാർത്ഥ ശ്രീനാരായണീയർ അവരുണ്ടാവുന്നു. അവർ ഷാളനയിച്ചില്ലേ? നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കൂട്ടത്തിൽ നല്ല മനുഷ്യരുണ്ട്. ഇതിനെ വിട്ടുകളയുക. ഇയാളെ വിജയിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ ഇത് കേട്ടോ. ചർച്ചകൾക്ക് വേണ്ടി ഈ 21-ാം തീയതി പ്രിൻസ് ഹോട്ടലിൽ വെച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടിയിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അയ്യോ വെള്ളാപ്പള്ളി സാറേ അങ്ങനെ പറയല്ലേ. പട്ടിണിയാണ് വെള്ളാപ്പള്ളി. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഒന്നും പറയല്ലേ. നിങ്ങൾ നായാടി മുതൽ നസ്രാണി വരെ കൂടുമ്പോൾ ഞങ്ങളെ കൂടെ കൂട്ടണേ, പാവപ്പെട്ട മുസ്ലിങ്ങൾ. വെള്ളാപ്പള്ളി സാറേ രാവിലെ കഴിച്ചത് അരിപ്പത്തിരി ഇറച്ചി, ഉച്ചക്ക് നെയ്ച്ചോറ് ബീഫ്, കൂട്ടത്തിൽ നെമ്മീൻകറിയുണ്ട്, വൈകുന്നേരം അതിനേക്കാൾ സുഭിക്ഷമായ ഭക്ഷണം. അല്ലാതെ ഞങ്ങൾ ഒരു നേരം ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ പണം ലാഭിക്കാൻ വേണ്ടി 3 ദിവസം കക്കൂസി പോകാത്തവരൊന്നുമല്ല ഞങ്ങൾ. സുഭിക്ഷമായ ആഹാരം, വസ്ത്രത്തിൽ തേക്കുന്ന അത്തറിൻ്റെ പൈസ മാത്രം മാറ്റി വെച്ചാൽ 3 നേരം പാൽപ്പായസം കഴിച്ച് ഉണ്ടാകും ഞങ്ങളെ കൊണ്ട് കഴിയും. എന്താ വെള്ളാപ്പള്ളി സാറേ ഈ പറയുന്നത്? ഞങ്ങളെ പേടിപ്പിക്കുക. നിങ്ങൾ ഞങ്ങളെ കൂട്ടിയില്ലെങ്കിൽ എന്ത് പറ്റും? വെള്ളാപ്പള്ളി സാറെ ലോകത്ത് എല്ലാവരും എതിര് നിന്നാലും അതിജയിക്കാൻ കഴിവുള്ള ഒരാശയത്തിൻ്റെ വാക്താക്കളാണ് ഞങ്ങളെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ഞങ്ങളെ പടച്ചവൻ റബ്ബാണെങ്കിൽ ഞങ്ങൾക്ക് അന്നം തരുന്നവനവനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. വെള്ളാപ്പള്ളി സാറിൻ്റെ നായാടി മുതൽ നസ്രാണി വരെ കൂടുമ്പോൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയ അയ്യേ ഞങ്ങളെ പണയല്ലേ, ഞങ്ങൾ പട്ടിണി ചത്തുപോവേ. വെള്ളാപ്പള്ളി സാറെ ഞങ്ങൾ ധരിക്കുന്ന വസ്ത്രം അന്തസ്സുള്ള വസ്ത്രം പോലെ, ഞങ്ങൾ തേക്കുന്ന അന്തസ്സുള്ള അത്തറ് പോലെ, ഞങ്ങൾ ഉപയോഗിക്കുന്ന പലതും പോലെ, അത് പലരും ഉപയോഗിച്ചു തുടങ്ങിയത് ഈ ഗൾഫ് ഓണോ മറ്റോ ഒക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയ പോലെ. അതുകൊണ്ട് വെള്ളാപ്പള്ളി സാറേ ഞങ്ങളെ ഒന്നും ഇങ്ങനെ പേടിപ്പിക്കല്ലേ. നിങ്ങൾ പേടിച്ച് ഞങ്ങൾ വരണ്ടു പോവും. നിങ്ങൾ എന്ത് വേണേലും കൂടിക്കോ, നിങ്ങൾ എത്ര യോഗം വേണേലും കൂടിക്കോ, നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ഒറ്റപ്പെടുത്തിക്കോ. ഇത് ഞങ്ങളെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകമല്ലാത്തൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ അള്ളാഹു ഏകനാണെന്നും അവനല്ലാതൊരു പങ്കുകാരനുമില്ല, അവനൊരു പങ്കുകാരനുമില്ലെന്നും നിങ്ങൾ ആ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാലം, ആ കാലഘട്ടത്തിൽ നിങ്ങൾ അത് ദൃഢമായി വിശ്വസിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടും. നിങ്ങൾ ആരെ കൊന്നതുകൊണ്ടല്ല, നിങ്ങൾ ആരെ വഞ്ചിച്ചതുകൊണ്ടല്ല, നിങ്ങൾ ആരെ ചൂഷണം ചെയ്തതുകൊണ്ടൊന്നുമല്ല, മറിച്ച് നിങ്ങൾ ധാർമ്മിക മൂല്യം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകുമ്പോൾ തന്നെ നിങ്ങളുടെ വസ്ത്രം പ്രശ്നമാകും, നിങ്ങളുടെ ഭക്ഷണം പ്രശ്നമാകും, നിങ്ങളുടെ നടത്തം പ്രശ്നമാകും, നിങ്ങളുടെ ആരാധന പ്രശ്നമാകും, എല്ലാം നിങ്ങളുടെ പ്രശ്നമാകും. ഇത് ഞങ്ങൾ കാലേ കൂട്ടി ഞങ്ങൾ മനസ്സിലാക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഒറ്റപ്പെടുത്തുകയെ കഷ്ടപ്പെടുത്തുക എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു പുണ്ണാക്കുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി സാറേ പട്ടിണി ആക്കല്ലേ പൊന്നാരക്കാരളെ, എൻ്റെ പൊന്നാരക്കാരളെ ഞങ്ങളെ പട്ടിണി ആക്കല്ലേ പൊന്നാരക്കാരളെ. ഞങ്ങൾ പറയണേ എൻ്റെ മുസ്ലിമിൻ്റെ ആവശ്യമില്ല. അല്ല അങ്ങനെ പറയല്ലേ, ഞങ്ങളെ കൂടെ കൂട്ടിച്ചേർക്കണേ, ഞങ്ങൾ പാവങ്ങളാണേ. വെള്ളാപ്പള്ളി സാറേ ഞാനൊരു മീൻ കച്ചവടക്കാരൻ്റെ മകനാണ്, ഞാനൊരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. എൻ്റെ ഉമ്മായി എൻ്റെ വാപ്പാക്ക മീൻ കച്ചവടക്കാരാ. ഞാൻ ജീവിതം ആസ്വദിക്കുന്നതിൻ്റെ 10-1 ഇക്കാലം അത്രയും ബെൻസിൽ സഞ്ചരിച്ച വെള്ളാപ്പള്ളി സാറ് പോലും അനുഭവിച്ചിട്ടില്ലെന്ന് പറയാം. അങ്ങനെ തന്നെ പറയാം. എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ മനസ്സിലൊരു മനുഷ്യനെ കുറിച്ച് വിദ്വേഷമില്ല, വിരോധമില്ല. ഞാൻ എത്ര സമാധാനമായിട്ട് നടക്കുന്നത്. നിങ്ങളൊക്കെ ഉറങ്ങുന്നത് മുച്ചിലിം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ.
നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾ മുസ്ലിം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു നെഗറ്റീവ് ഫീലാണ്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഹിന്ദു ഞങ്ങൾക്ക് പ്രശ്നമല്ല, ക്രിസ്ത്യാനി ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഞങ്ങളൊക്കെ ഏകോദര സഹോദരങ്ങളാണെന്നേ. അവർ ഞങ്ങളുടെ ശത്രുക്കളല്ലെന്നേ. ഞങ്ങൾ അവരെ ശത്രുവായിട്ട് കാണുന്നില്ല. ഒരു സംഘപരിവാറുകാരൻ പോലും അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കുന്ന ആളാ. എത്രയോ സംഘപരിവാറുകാർ. ഞാൻ ഈ വീഡിയോ എങ്ങനെ ചെയ്യുമ്പോൾ തന്നെ, ഞാൻ ഈ വീഡിയോ എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഈ സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ പേഴ്സണൽ വന്നിട്ട് എന്നെ ഉദ്ദേശമാണല്ലോ പറഞ്ഞത് RSകാരെ വരെ പറയുന്നുണ്ടാവും. ഞാനിവിടെ വളരെ പേഴ്സണലായിട്ട് സൗഹൃദമുള്ളവരുണ്ട്. അവരിപ്പോൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ഞങ്ങളെ ഉദ്ദേശമല്ലേ പറഞ്ഞതെന്ന് വെച്ച് ചിരിക്കുന്നുണ്ടാവും. അവർക്ക് പുറത്ത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാ. എന്തെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരിലും നന്മയും മനുഷ്യത്വമുണ്ട്. അവൻ്റെ പ്രത്യയശാസ്ത്രമാണ് അവനെ മൃഗമാക്കുന്നത്. അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പച്ചയായ മനുഷ്യനാണ്. മനുഷ്യൻ എത്ര പ്രശ്നമുണ്ട് വെള്ളാപ്പള്ളി സാറേ. മനുഷ്യൻ എന്തെല്ലാം വ്യതകളും വിഷമങ്ങളും ഉണ്ട്. മനുഷ്യൻ്റെ പ്രശ്നം ഇതാണോ? മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ വെള്ളാപ്പള്ളി സാറ് പറയുന്ന പോലെ മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു ഇതൊന്നുമല്ല മനുഷ്യൻ്റെ പ്രശ്നം. മനുഷ്യന് നീറുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. വിശപ്പ് മനുഷ്യൻ്റെ പ്രശ്നമാണ്. കടം മനുഷ്യൻ്റെ പ്രശ്നമാണ്. രോഗം മനുഷ്യൻ്റെ പ്രശ്നമാണ്. മനുഷ്യൻ്റെ ജീവിത ദുർഘടമായ സാഹചര്യം മനുഷ്യൻ്റെ പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം 17കാരനാൽ കൊല്ലപ്പെടുന്നു. മലയാറ്റൂരിൽ ഇതുപോലെ തന്നെ സെയിം കേസ്. ഇങ്ങനെ തുടങ്ങി മക്കളുടെ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങളുമായി മനുഷ്യർ നീറുന്ന പല കാര്യങ്ങളുമായി നടക്കുമ്പോൾ വെള്ളാപ്പള്ളി സാറിൻ്റെ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് എന്ത് പ്രസക്തി? വെള്ളാപ്പള്ളി സാറിൻ്റെ പ്രസ്താവനക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നവൻ ഒരു പണിയുമില്ലാതെ നാട്ടിലെ കലങ്ങിൻ്റെ മുകളിലിരിക്കുന്ന ചായക്കടയിരുന്ന് പരദൂഷണം പറയുന്ന അതുമായി വിടുന്നവനല്ലാതെ വേറെ ഒരു മനുഷ്യനും യാതൊരു പ്രസക്തിയും ഉണ്ടാവില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കാൻ വേണ്ടി, കുടുംബം നോക്കാൻ വേണ്ടി, അവൻ്റെ ചുറ്റുപാട് നന്നാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ എന്ത് നായാടി, എന്ത് നമ്പൂതിരി, എന്ത് നസറാണി, എന്ത് മുസ്ലിം,